Oh, hi. Hi everyone. This is Abin from Evika. ഞാൻ നമ്മുടെ ഐപാഡിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. എന്തിനാണല്ലേ നമ്മുടെ FCPയിലെ ആ ഒരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത്ര നാൾ മാക്ബുക്കിൽ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു വണ്ടർഫുൾ ടൂൾ ഇപ്പോൾ നമ്മുടെ ഐപാഡിലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഐപാഡിൽ നമുക്ക് ലോജിക് പ്രോയും അതേപോലെ FCPയും വന്നിട്ടുണ്ട്. ഈ FCP വേണ്ട മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ M1 ചിപ്പ് ഓർ എബോ ആയിട്ടുള്ള ഡിവൈസുകൾക്ക് മാത്രമാണ് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ആവുള്ളൂ. പക്ഷേ ലോജിക് പ്രോ ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. A12 ബയോണിക് ചിപ്പ് വരുന്ന എല്ലാ ഡിവൈസിലും നമുക്ക് ഈ പറയുന്ന ലോജിക് പ്രോ സപ്പോർട്ടാവും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ FCPയുടെ കാര്യങ്ങളും ഗുണങ്ങളും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇടുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം നമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഈ പറഞ്ഞ FCP ഐപാഡിൽ എങ്ങനെയാണെന്ന്. നമ്മുടെ FCPയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഈ വന്നിരിക്കുന്ന 10.6.6 എന്ന് പറഞ്ഞ വേർഷൻ. ഈ വേർഷൻ തന്നെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് മാക്ബുക്കിൽ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന FCPയിൽ നിന്നും കുറച്ചധികം റെഫറൻസ് നമ്മുടെ iOS 17ലേക്കും ആപ്പിൾ വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ FCPയുടെ ഐപാഡിലെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുക്കുമ്പോൾ നമുക്ക് പ്രൊജക്റ്റുകൾ ഇവിടെ കാണാം. നമ്മുടെ ആ പ്രൊജക്റ്റിൻ്റെ ചെറിയൊരു തമ്മിലും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ എത്ര സെക്കൻഡ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫോമാറ്റ് ഏതാണ്, നമ്മുടെ ഫ്രെയിം റേറ്റ് ഏതാണ്, എല്ലാം നമുക്കിവിടെ മനസ്സിലാവുന്നതാണ്. ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് ടാപ്പ് ചെയ്താൽ നമുക്കിവിടെ നെയിമും ഫോർമാറ്റും നമുക്കിവിടെ നോക്കാൻ പറ്റും. ഇവിടെ ഓട്ടോമാറ്റിക് ടാപ്പ് ചെയ്താൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ലഭിക്കും, ഓട്ടോമാറ്റിക്കും കസ്റ്റമും. കസ്റ്റം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെസൊല്യൂഷൻ, ഓറിയൻറ്റേഷൻ, കളർ സ്പേസ്, അതേപോലെ ഫ്രെയിം റേറ്റ് എല്ലാം നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 4K ആണെങ്കിൽ 4K, 1080p ആണ് 1080p, 720 ആണെങ്കിൽ 720, അങ്ങനെ ഇഷ്ടമുള്ള ആ ഒരു ഫ്രെയിം റേറ്റ് അല്ലെങ്കിൽ ആ റെസൊല്യൂഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ എന്നും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ഈ പറയുന്ന കളർ സ്പേസ് HDR-ഉം SDR-ഉം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രെയിം റേറ്റിൽ നമുക്ക് ഇത്രമാത്രം ഫ്രെയിം റേറ്റും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 60 ഫ്രെയിം പെർ സെക്കൻഡിലേക്ക് ഇടാനും പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു കസ്റ്റം തന്നെ കിടക്കട്ടെ, ഞാൻ അതിൽ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസാണ് വരുന്നത്. ഇമ്പോർട്ട് ഫ്രം ഫോട്ടോസ്, ഇമ്പോർട്ട് ഫ്രം ഫയൽസ്, റെക്കോർഡ് വിത്ത് ക്യാമറ, സ്റ്റാർട്ട് ബ്ലാങ്ക് എന്ന്. നമ്മളിപ്പോൾ ഒരു USB ഡ്രൈവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോങ്ക്ലറോ നമ്മുടെ USB-C ആയിട്ടുള്ള ഡോങ്ക്ലറോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് SD കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു SSDയോ കണക്ട് ചെയ്ത് റിയൽ ടൈമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് FCPയിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ iOS 17ൻ്റെ ഒരു റെഫറൻസ് ഇതിലുണ്ടാവുന്നത്. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ റെക്കോർഡ് വിത്ത് ക്യാമറ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. നേരത്തെ ഉണ്ടായ സെയിം റേറ്റുകളും സെയിം കാര്യങ്ങളും തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഓഡിയോഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സംസാരിക്കുന്നതനുസരിച്ച് ആ ഒരു ഓഡിയോ ഇക്വലൈസർ കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വീഡിയോയും സ്ലോമോയും ഉണ്ട്. നമ്മുടെ ഇവിടെ പൊക്കത്ത് നോക്കുമ്പോൾ 2 പുതിയ ആൾക്കാർ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വൈറ്റ് ബാലൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഓട്ടോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രമാത്രം ഓപ്ഷൻസ് വൈറ്റ് ബാലൻസിൽ നമുക്ക് വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് തൊട്ട് താഴത്ത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്പോഷർ ഒരു 0ലേക്ക് ഇടുകയാണെങ്കിൽ നോർമൽ ലെവലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇത് ഫുൾ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രെയിം അനുസരിച്ച്, നിങ്ങളുടെ ലൈറ്റിംഗ് അനുസരിച്ച് എക്സ്പോഷറും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ FCPയിൽ ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ ഇനി പറയുന്ന iOS-ലും ഈ ഒരു ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവരാനും നല്ല ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറയിലേക്ക് വരുന്ന കാര്യങ്ങൾ. നമ്മൾ ഡൺ അടിച്ചാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ FCPയുടെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു യൂസർ ഇൻ്റർഫേസ് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. കാരണം FCP ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ടൈം ലൈനും ഈ ഒരു മാഗ്നറ്റ് ടൈം ലൈനും അതേപോലെ പ്രൊജക്ട് ലൈനും എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ
ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്ബുക്കിൽ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ബി അടിച്ച് കഴിഞ്ഞിട്ട് ബ്ലേഡ് വെച്ച് നമ്മുടെ ആ ഒരു ടൈം ലൈൻ കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ നമുക്ക് പറ്റില്ല. ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇമ്പോർട്ട് മീഡിയ ഞെക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ 2 ഓപ്ഷൻ ഉണ്ടാകും, ഫോട്ടോസും ഫയൽസും. ഞാൻ ഫോട്ടോസ് ടാപ്പ് ചെയ്തു. ഫോട്ടോസ് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനൊരു വീഡിയോ എടുത്തു, അത് ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ലൈനിൽ നമുക്ക് അല്ലെങ്കിൽ പ്രൊജക്ട് മീഡിയയിൽ വന്നിട്ടുണ്ട്. ഞാൻ ടാപ്പ് ചെയ്യുക, ഹോൾഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ടൈം ലൈനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈം ലൈനിലേക്ക് ഞാൻ സ്ക്രബ് ചെയ്യുമ്പോൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് വോളിയം ഒന്ന് കുറക്കാം. ഇപ്പോൾ ഞാൻ വോളിയം കുറച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകുന്നത് കാണാം. ഞാൻ 2 ഫിംഗർ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈം ലൈൻ വലുതാവുന്നതും അതേപോലെ ടൈം ലൈൻ ഓടുന്നതും കാണാം. ഞാൻ സിംഗിൾ ഫിംഗറിലും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സ്ക്രബ്ബർ ആയിരിക്കും പോകുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ആപ്പിൾ പെൻസിൽ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്കും ഈ ഒരു കാര്യങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിലും നമുക്കിവിടെ ടൈം ലൈൻ ഈസി ആയിട്ട് സ്ക്രബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഓപ്ഷൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈൻ പ്രിസൈസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു കറക്റ്റ് ജംഗ്ഷനിൽ നമുക്ക് എത്തിക്കണം എന്നാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് വരുന്ന മാറ്റങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്പെക്റ്റിലാണ്. ഇൻസ്പെക്റ്റിൽ നമ്മൾ FCPയിൽ കണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാറ്റം ഇവിടെയുണ്ട്. കാരണം നമ്മുടെ ഇവിടെയാണ് എല്ലാ ഓപ്ഷൻസും വരുന്നത്. നമ്മുടെ ഫ്രെയിമിൻ്റെ കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്. അതേപോലെ സൗണ്ടിനും വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ എഫക്ട്സ് വരുന്നത്. എഫക്ട്സുകളുടെ ഇവിടെ ഈ ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കളർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം കളർ ഓപ്ഷൻസ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തു നിങ്ങൾക്കിവിടെ ഓരോ കാര്യങ്ങളും മാനുവലി എത്രയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. അതെന്തുകൊണ്ടും കളർ അഡ്ജസ്റ്റ്മെൻറ്റിന് അടിപൊളിയായ ഒരു മാറ്റം തന്നെയാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് വരുന്ന മാറ്റം എന്ന് വെച്ചാൽ ഞാനിവിടെ ഇപ്പോൾ സ്ക്രബ് ചെയ്തു. എനിക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുക്കണം എന്നാണെങ്കിൽ എനിക്ക് എളുപ്പത്തിന് നമ്മുടെ മാക്ബുക്കിൽ കൊടുക്കാൻ പറ്റാത്ത ഒരു ഓപ്ഷൻ നമ്മുടെ ഐപാഡിലുണ്ട്. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ആപ്പിൾ പെൻസിലിൻ്റെ ഈ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ മാക്ബുക്കിലില്ലാത്ത ഒരു ഓപ്ഷൻ ഇവിടെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുത്തു. ഞാനൊരു വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. കുറച്ചധികം കൂടിപ്പോയി. ജസ്റ്റ് ഒന്ന് റേസ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. അത്രയും തിക്നെസ് വേണ്ട. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്ത് ഡൺ കൊടുത്തതിനാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ആവും. ആ ഒരു ആനിമേഷൻ നമുക്കിവിടെ പിടിച്ച് അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആനിമേഷൻ്റെ ടൈം ലൈനും അല്ലെങ്കിൽ ടൈമും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആനിമേഷൻ നമുക്ക് പോപ്പപ്പായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ എന്തുകൊണ്ട് നല്ലതാണ്, കാരണം കുറേയധികം ഇങ്ങനത്തെ സെലക്റ്റീവായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ആപ്പിൾ പെൻസിൽ തന്നെ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന കുറേയധികം കാര്യങ്ങൾ ഐപാഡിൽ ചെയ്യാൻ പറ്റും, പക്ഷെ മാക്ബുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും പോയിൻ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ വന്ന കാര്യങ്ങൾ നമ്മുടെ എഫക്ട്സ് പാനലാണ്. എഫക്ട്സ് പാനലിൽ നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ കുറച്ചധികം എഫക്ട്സുകൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു ഓപ്ഷനാണ് സ്ക്രീൻ റിമൂവൽ അല്ലെങ്കിൽ സീൻ റിമൂവൽ മാസ്ക് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വരുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുക, നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് ആ ഒരു വീഡിയോയിലേക്ക് ഇടുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ആ ഒരു ടൈം ലൈൻ ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാറിപ്പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ FCP തന്നെ എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു വ്യക്തി മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഒരു ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൻ്റെ റെക്കമെൻഡ് ആയ കുറേയധികം ലൈറ്റിങ്ങും ആപ്പിൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ഓപ്ഷൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ ട്രാൻസിഷനിലും നമുക്ക് കുറച്ചധികം മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം മാറ്റങ്ങൾ, ഏകദേശം ഒരു 4-5 മാറ്റങ്ങൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ടൈറ്റിൽസിലും നമുക്ക് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ടൈറ്റിൽസിലും കുറച്ചധികം കാര്യങ്ങൾ വന്നേക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്രസീവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് കുറച്ചധികം പുതിയ ആ ഒരു
എന്താ പറയുക, നമ്മുടെ ടൈറ്റിൽസ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഇവിടെ ഇട്ടാം. അപ്പോൾ ഞാൻ അവിടെ ഹോൾഡ് ചെയ്തിട്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ടൈറ്റിൽസിൻ്റെ പുതിയ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പിന്നീട് വന്നിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിലാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഡൈനാമിക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേയധികം കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ആറ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. കാരണം ആറ്റം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഭംഗിയായിട്ടൊരു ബാക്ക്ഗ്രൗണ്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ വേറൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അത് പ്ലേ ചെയ്ത് തരാം. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, നമ്മുടെ ടൈമിലേക്ക് ഡ്രാഗ് ചെയ്യുക. നമ്മുടെ ഐഫോൺ പ്രോ സീരീസിലൊക്കെ ഉണ്ടായ ആ ഒരു വാൾപേപ്പറിൻ്റെ ചെറിയൊരു ഫീച്ചർ നമുക്ക്, അല്ലെങ്കിൽ ആ ചെറിയൊരു എന്താ പറയുക, ആ റെഫറൻസ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. പിന്നെ റെൻഡറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് റെൻഡറിങ് ചെയ്യാൻ പറ്റും. നമ്മുടെ മാക്ബുക്ക് പോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ കാണുന്ന അപ്ലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഇവിടെ നമുക്ക് വീഡിയോ, ഓഡിയോ ഓൺലി, കറണ്ട് ഫ്രെയിം, ഫൈനൽ കട്ട് പ്രോ ഫോർ ഐപാഡ് പ്രൊജക്ട് എന്ന് കാണാൻ പറ്റും. വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ എടുക്കുകയാണെങ്കിൽ ഡിഫോൾട്ട്, ഹൈ ക്വാളിറ്റി, സ്മോളർ ഫയൽ സൈസ്, സോഷ്യൽ പ്ലാറ്റ്ഫോം എന്നുണ്ടാവും. ഇവിടെ സോഷ്യൽ പ്ലാറ്റ്ഫോം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും കാണിക്കും. സച്ചസ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് ടിക്ടോക്ക് എന്നെല്ലാം കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള ആ ഒരു പ്രീസെറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീഡിയോ കോഡാക്ക് നമ്മൾ സെലക്ട് ചെയ്യുക, റെസൊല്യൂഷൻ, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പ്രീസെറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട്. വേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട. ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഒരു എക്സ്പോർട്ടേഷൻ കംപ്ലീറ്റ് ആകുന്ന വരെ നമ്മുടെ FCP ഓൺ ചെയ്ത് വെക്കുക. മാക്ബുക്കിലാണ് നമുക്ക് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. കാരണം നമുക്ക് വേറെ ഏത് ആപ്പും സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കംപ്ലീറ്റ് ആവുന്ന എക്സ്പോർട്ടേഷൻ എടുക്കുന്നത് നമ്മുടെ വീഡിയോ ലെങ്ത്തും അതേപോലെ ആ ഒരു വീഡിയോയുടെ ബാക്കി കാര്യങ്ങളനുസരിച്ചായിരിക്കും. ഇപ്പോൾ സേവ് വീഡിയോ കൊടുത്തു, നമ്മുടെ എക്സ്പോർട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നേരെ നമ്മുടെ ഹോമിലേക്ക് പോകാം. നമ്മൾ നേരെ ഫോട്ടോസ് എടുക്കുക. അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ഫുൾ വീഡിയോയും റെൻഡറായി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര ഭംഗിയിലാണ് അല്ലെങ്കിൽ എത്ര എളുപ്പത്തിലാണ് നമുക്ക് FCPയിൽ നമ്മുടെ വീഡിയോ എല്ലാം നമ്മൾ എഡിറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഇത്രയും ചെറിയൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫി നിങ്ങൾക്ക് എവിടെ ഇരുന്നും സീംലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇപ്പോൾ ആപ്പിൾ നമ്മുടെ FCP വഴി എല്ലാ യൂസേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evica.